പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട ഒരനുഭവമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ജീവിതത്തിലെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും സ്വന്തമാക്കിയതിന് ശേഷം ജീവിതത്തിലെ നല്ല രോഗാവസ്ഥയിലൂടെ കടന്നുപോയ ഒരു കുടുംബം, ആ കുടുംബം സമ്പത്തുണ്ടെങ്കിലും പല ഡോക്ടേഴ്സിനെയും കണ്ടിട്ടും ജീവിതത്തിൽ രോഗത്തിന് മാത്രം കുറവ് വരുന്നില്ല. അതുകൊണ്ട് അവരെ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ അവരോട് നിർദ്ദേശിച്ചു, അടുപ്പിച്ച് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക. അപ്പോൾ അവരെ എൻ്റെ കയ്യിലെ കുർബാന അർപ്പിക്കാൻ പണം തന്നപ്പോൾ ഞാൻ പറഞ്ഞു, അതുപോരാ, നിങ്ങളായിരിക്കുന്ന ഇടവകയിൽ കൊടുത്തിട്ട് അവിടെ അർപ്പിക്കുന്ന ബലിയിൽ നിങ്ങൾ പങ്കുചേരണം, ഇവിടെ ഞാനും പ്രാർത്ഥിച്ചു കൊള്ളാം. അങ്ങനെ വന്നപ്പോഴേ അവരാദ്യം തടസ്സം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപ നമുക്ക് സ്വന്തമാകണമെങ്കിൽ നമ്മളും ത്യാഗമെടുക്കണം, നമ്മളും കഷ്ടപ്പെടണം. ശരിയാണ്, നിങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും എല്ലാവർക്കും പോകാൻ പറ്റിയില്ലെങ്കിലും, ഈ രോഗിക്ക് പോലും പോകാൻ പറ്റിയില്ലെങ്കിലും രോഗിക്ക് വേണ്ടി മറ്റൊരാൾ പോവുക. അങ്ങനെ അവർ സമ്മതിച്ചു. അങ്ങനെ അവർ 2 മാസത്തിലധികം പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചപ്പോൾ അവരുടെ രോഗത്തിന് ശമനമുണ്ടായി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അവർ ദൈവത്തിൽ വിശ്വസിച്ചു. ദിവ്യകാരുണ്യം സുഖമാക്കുന്നതാണെന്ന്, ദിവ്യകാരുണ്യനാഥന് ശക്തിയുണ്ടെന്ന്. തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം ഉണ്ടെങ്കിലും എന്നാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തി ബോധ്യപ്പെട്ട് സ്വന്തമാക്കണം. അത് നമുക്ക് പണം കൊടുത്ത് വാങ്ങാനാവില്ല, പണം കൊടുത്താൽ കിട്ടുന്നതുമല്ല. മറിച്ച് നമ്മുടേതായ ത്യാഗം, നമ്മുടേതായ പങ്കുചേരൽ, നമ്മുടേതായ ബുദ്ധിമുട്ടുകൾ, നമ്മുടേതായ ത്യാഗത്തോടെയുള്ള ആ സമർപ്പണം ഒക്കെ പരിശുദ്ധ കുർബാനയിൽ ആവശ്യമാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 7-ാം അധ്യായം 5-ാം തിരുവചനം പറയുകയാണ്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ദിവ്യകാരുണ്യമായ ഈശോ, പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാകുന്ന ഈശോ, നമുക്ക് വേണ്ടി ബലിയായ ഈശോ എന്താണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ, ആരാണ് തന്നിലൂടെ? ഈശോയിലൂടെ, ഈശോ മിശിഹായിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. അത് ഏത് അവസ്ഥയിലുള്ളവരാണെങ്കിലും, ഏത് രോഗത്തിലുള്ളവരാണെങ്കിലും. നമുക്കറിയാം, ചിലരൊക്കെ മടി കൊണ്ട്, അലസത കൊണ്ട്, അല്ലെങ്കിൽ കഴിയുകയില്ല എന്ന് പറഞ്ഞ് കുർബാനയെ സംബന്ധിക്കാത്തവരുണ്ട്. അവർ വേണമെങ്കിൽ കുർബാന അർപ്പിക്കാത്തവരെങ്കിലും പണം കൊടുക്കും. അങ്ങനെ ഒരിക്കലും പണം കൊടുത്തൊരിക്കലും ഈശോയെ സ്വന്തമാക്കാനാവില്ല. അതുകൊണ്ടാണ് പൂർണ്ണമായി രക്ഷിക്കുവാൻ ഈശോയ്ക്ക് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അതായത് പിതാവായ ദൈവത്തോടെ പാപികളായ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് ഈശോയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന നമ്മൾ പങ്കുചേരണമെന്ന് പറയുക, ഈശോ അർപ്പിച്ച ബലിയിൽ നമ്മളും ഭാഗവാക്കുകളാകണമെന്ന് പറയുക. അങ്ങനെ ഇടയാകുമ്പോൾ ജീവിതത്തിൽ എല്ലാ തകർച്ചകളും മാറും. ഒരുപക്ഷെ ഇത് ശ്രവിക്കുന്ന മറ്റ് തകർച്ചകളുള്ളവർക്കും ഇത് പ്രാവർത്തികമാക്കാൻ ഇടയാകണം. നമുക്ക് ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോയെ, ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി തിരിച്ചറിയുകയും പരിശുദ്ധ കുർബാനയുടെ യോഗ്യത ഞങ്ങൾ സ്വീകരിക്കുകയും ആ യോഗ്യതയിൽ ഞങ്ങളും ത്യാഗമെടുത്ത് നല്ല മനസ്സോടെ പങ്കുചേരുകയും ചെയ്താൽ എല്ലാത്തിനും ഉത്തരമായി, പരിഹാരമായി എന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. അങ്ങനെ സാന്നിധ്യം ഞങ്ങൾ തേടുന്നു. അങ്ങനെ ആശീർവാദം ഞങ്ങൾ സഹായത്തിനായി അപേക്ഷിക്കുന്നു. ഈ ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് അങ്ങ് തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക്, ഞങ്ങളുടെ രോഗാവസ്ഥയിലേക്ക്, ഞങ്ങളുടെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സ്വന്തമാക്കി ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,